ഹായ്, അങ്ങനെ വെക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം ഇട്ട വീഡിയോ എല്ലാവരും കണ്ടതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഇത് വെക്കേഷൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എന്ന് തോന്നുന്നു. ശരിക്കും മമ്മിയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു കുഞ്ഞി കേക്ക് കട്ടിങ് ആട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ തന്നെയായിരുന്നു ഡേറ്റ്, പക്ഷേ ഞങ്ങൾ വരാൻ വേണ്ടി കേക്ക് കട്ട് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക. അപ്പം തലക്കറി വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേയും അപ്പോൾ മുറ്റത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് വെച്ച് തലക്കറി ഉണ്ടാക്കും കേട്ടോ. അന്നേരം ചിഞ്ചു ഞാനും കൂടി തലക്കറി അവളാ മെയിൻ ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരും കൂടി വൈകുന്നേരം മഴയല്ലായിരുന്നു. അപ്പം മഴ കുറഞ്ഞ സമയത്ത് ഞങ്ങൾ അടുപ്പൊക്കെ കൂട്ടി, അടുപ്പുള്ളതായിരുന്നു കേട്ടോ. ആ അടുപ്പ് പണ്ട് തൊട്ടേ അവിടെ ഉള്ള അടുപ്പാണ്. അങ്ങനെ തലക്കറിയൊക്കെ വെച്ചു. പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേനും കേക്ക് കട്ടിങ്. അങ്ങനെ പുറത്തുനിന്നൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും പിന്നെ പ്രശാന്തും ലക്ഷ്മിയും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മുടെ ഒരു ഫാമിലിയാണെന്ന് തന്നെ പറയാം. അപ്പം ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിള്ളേർ സെറ്റും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് കേക്ക് കട്ട് ചെയ്ത്. നല്ല കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ പിസ്തായുടെ ടേസ്റ്റുള്ള കേക്കായിരുന്നേ. നല്ല ഫ്ലേവറായിരുന്നു അത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചിഞ്ചു എന്തൊക്കെയോ ഡയലോഗ് അവിടെ നിന്ന് അടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ടി. അപ്പം ഞാൻ അവളോട് പറയുക വീഡിയോ എടുക്കുക, ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കണേന്ന്. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അച്ചു, പ്രശാന്ത് എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പക്ഷേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. തിരി കിടത്തിയില്ലായിരുന്നു കേട്ടോ. അത് തിരി കിടത്താൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയത്. അതിനിടയ്ക്കോടെ ആമിക്കുട്ടി കേക്ക് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും എല്ലാവരും പപ്പയ്ക്കും മമ്മിക്കൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത്. പിന്നെ ഒരു രസമല്ലേ ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും പണ്ട് തൊട്ടേ അത് കേട്ടോ. വീട്ടിൽ എല്ലാവരുടെയും ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ കുഞ്ഞിനെ തൊട്ടേ ഒത്തിരി വലിയ സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കേക്ക് മേടിച്ച് അങ്ങനെ കട്ട് ചെയ്യാറുള്ളതാണ്. അങ്ങനെ പപ്പയ്ക്കും മമ്മിക്ക് ഞങ്ങൾ കേക്കൊക്കെ കൊടുത്ത്. ഗിഫ്റ്റ് അന്നേരം കൊടുത്തില്ലായിരുന്നു കേട്ടോ. ഡ്രസ്സ് മേടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങൾ ഏതോ ഒരു ദിവസം തൊടുപുഴയ്ക്ക് പോയപ്പോൾ മേടിക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. എന്നിട്ട് പപ്പയ്ക്കും കേക്കൊക്കെ കൊടുത്ത്. പിന്നെ ഇപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അത് വേറൊരു പ്രത്യേക സന്തോഷമല്ലേ. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ ഫാമിലിയൊക്കെ ആയെങ്കിൽ പോലും നമ്മളെല്ലാവരും കൂടെ ചെന്ന് കഴിയുമ്പോൾ ഓരോ പരിപാടി നടത്തുന്നതിൻ്റെ സന്തോഷം വേറെ. പിന്നെ എല്ലാവരും ഇങ്ങനെ കൂടുന്നതൊക്കെ 2-3 വർഷം കൂടുമ്പോഴാണ് കേട്ടോ. ആ ഓരോ വെക്കേഷൻ കഴിയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം അടുത്ത വെക്കേഷന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖം. അത് പ്രവാസികൾക്ക് മാത്രം കിട്ടിയേക്കണ ഒരു സന്തോഷവും ദുഃഖവും ഒക്കെ. അത് രണ്ടും അറിയണമെങ്കിൽ ഒരു പ്രവാസി ആയിരുന്നാൽ മാത്രം നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള സന്തോഷവും അവിടുന്ന് വെക്കേഷൻ കഴിഞ്ഞു പോകുമ്പോൾ വിഷമം എന്നല്ല പറയണേ, ചങ്കിൻ്റെ അകത്ത് എന്തോ ഒരു ഭാരമുള്ള സാധനം എടുത്ത് വെക്കുന്ന പോലെ ഒരു വേദന. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ തലക്കറി ഉണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നു കുറേ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. കപ്പ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. ഇത് ബീഫാണോ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ചിഞ്ചുവിൻ്റെ വക സ്പെഷ്യൽ പാനിപ്പൂരിയുടെ മസാലയും പിന്നെ അതിലൊഴിക്കണ വെള്ളമില്ലേ, ആ സാധനവും അതിൻ്റെ പൗഡറൊക്കെ അവൾ അവിടുന്ന് കൊണ്ടുവരുവേ. അങ്ങനെ അവളുടെ വക പാനിപ്പൂരി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ കടയിൽ നിന്ന് കിട്ടുന്ന ആ മസാലയുടെ അതേ ടേസ്റ്റ് അല്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വെക്കാൻ ഇത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങും കടല പിന്നെ എന്താ സവോളയായിരുന്നു തോന്നുന്നു. അങ്ങനെ വഴറ്റുമല്ല, അത് കുക്കറി വേവിച്ച് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് എന്നിട്ട് ഇതും കൂടെ മസാലയുടെ വെള്ളവും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത വെക്കേഷൻ വരെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് കാണും. കാരണം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളല്ലേ ശരിക്കും എല്ലാവരുടെയും പുറത്തുള്ള ഒരുമാതിരി എല്ലാവരുടെയും ഒരു ഇതാന്ന് തോന്നുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ ഒത്തിരി എടുത്തുകൊണ്ട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. ആ കാണുന്ന ആ സമയം ഇപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കാണുന്നെങ്കിൽ ആ സമയം നമ്മൾ നാട്ടിലായിരിക്കും, നമ്മുടെ മനസ്സ് ശരീരം മാത്രമേ ഇവിടെ കാണുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായിരുന്നോ, ബീഫായിരുന്നോ ചിക്കനായിരുന്നോ, ബീഫായിരുന്നു ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പുറത്തിരുന്ന് പിന്നെ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും പാട്ട് പാടും കേട്ടോ. പക്ഷെ കോപ്പി റൈറ്റിംഗ് കിട്ടുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്ത് കേട്ടോ. എല്ലാവരും പാടിയായിരുന്നു കേട്ടോ. ഞാനൊക്കെ പാടി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും പാടാൻ അറിയത്തില്ല, എന്നാലും ഞാൻ പാടി. വേറെ ആരും ഇല്ലല്ലോ, പുറത്തുനിന്നൊരാളും ആരും ഇല്ലല്ലോ, നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ പിള്ളേരെ കൊണ്ട് അതിനിടയ്ക്ക് ആമിക്കുട്ടിക്ക് പാടണമെന്ന് പറഞ്ഞു.
അങ്ങനെ ആമിക്കുട്ടിയൊക്കെ എല്ലാവരും തന്നെ എന്തൊക്കെയോ പാടുകയോ വർത്താനം പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളന്ന് ജാനിക്കുട്ടി നന്നായിട്ട് പാടും കേട്ടോ. ജാനിക്കുട്ടി നല്ല അടിപൊളി പാട്ടായിരുന്നു. പക്ഷെ ഇത് കോപ്പി റൈറ്റിംഗ് കിട്ടുമല്ലോ എന്ന് ഓർത്താട്ടോ ഞാനത് വോയിസ് മ്യൂട്ടിനെ. ജാനിക്കുട്ടി ആണെങ്കിൽ പാട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല രസമായിട്ടോ കേട്ടിരിക്കാനായിട്ട്. നോക്കട്ടെ ഇത് ഞാൻ സെപ്പറേറ്റ് ഇടാൻ പറ്റുമോയെന്ന്. അങ്ങനെ ജാനിക്കുട്ടി ഒരു പാട്ട് മൊത്തം പാടി. അപ്പോൾ അതെല്ലാവരും കേട്ടോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് എല്ലാവർക്കും ചില കഴിവുകൾ നമുക്കായിട്ട് നമുക്ക് എന്താ പറയുക പ്രാക്ടീസ് ചെയ്തുണ്ടാകാം. പക്ഷേ ജന്മനാ നമുക്ക് കിട്ടുന്ന ചില കഴിവുകൾ, പാടാനുള്ള കഴിവ്, അങ്ങനെ ചില ചില കഴിവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും പലരും ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ എന്തും കിട്ടും. പക്ഷേ ഇതുപോലുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ ജാനിക്കുട്ടിയുടെ അവൾ ആ ഒരു ഫുൾ പാട്ട് പാടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരുടെയും വിശേഷമൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓർക്കുമ്പോൾ ഇച്ചിരി നേരം കൂടി ഇരിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവുക. അതാ ഞാൻ പറഞ്ഞു, എപ്പോഴും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്രവാസികളും ഒത്തിരി അവർ എൻജോയ് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും പിന്നെ നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു നാട്ടിലിപ്പോൾ നാട്ടിലുള്ളവർ എല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ അവർക്ക് അത്ര അതൊരു ഫീൽ ആവില്ല. പക്ഷേ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ചെല്ലുന്നവർ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഓരോ നിമിഷവും നമുക്ക് പിന്നെയും ഓർക്കാൻ തോന്നുന്നു. ഞാൻ പറയില്ലേ, അടുത്ത വെക്കേഷൻ വരെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അടുത്ത വെക്കേഷൻ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഇപ്പം ഒരു എല്ലാവരും ഓരോ വർഷം കൂടും വരുമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഇനി എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, പക്ഷേ എനിക്ക് ഒത്തിരി അങ്ങനെ ഒത്തിരി പേരെ ഒന്നും ഞാൻ കാണാനൊന്നും പോയില്ല കേട്ടോ. എൻ്റെ വെക്കേഷൻ എപ്പോഴും എനിക്കങ്ങനെ കാണാൻ എല്ലാവരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ ഇഷ്ടം ഇച്ചിരിയോടെ സമയം നമുക്ക് വീട്ടിലിരിക്കണം. അങ്ങനെയല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ സാധനങ്ങളും നമുക്ക് കഴിക്കാനുള്ള അങ്ങനെ അതിനൊക്കെ പോകും കേട്ടോ. അങ്ങനെ എല്ലാ ജോസും എല്ലാവരും പാടി കേട്ടോ. ആവശ്യം അതിനിടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴ കഴിഞ്ഞ് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ അതിനിടയ്ക്ക് എല്ലാവരും ഓരോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ സച്ചിൻ ഇങ്ങനെ ഓരോരുത്തരുടെ സച്ചിൻ ഇങ്ങനെ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചുഴ്ന്ന് പല കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. പിന്നെ എന്നാ നല്ല രസമായിരുന്നു കേട്ടോ. ഓരോ വെക്കേഷൻ പോകുന്ന കഴിയുമ്പോഴും ഓർക്കും, ദൈവമേ കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, അയ്യോ കുറച്ച് ദിവസം കൂടെ നിൽക്കാമായിരുന്നെന്ന്. അങ്ങനെ പിന്നെ ഞാനും ചിഞ്ചും എല്ലാവരും കൂടെ പാട്ട് പാടി കേട്ടോ. അങ്ങനെ ഒരു രാത്രി എനിക്കാണ് ഞങ്ങൾ നേരം വെളുക്കുവോളം എനിക്കാണ് 2-2:30 വരെ. ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ നേരം വെളുക്കുവോടെ ഇരിക്കില്ലേ, അതേപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ഒരു സന്തോഷമാണ് നാട്ടിലിങ്ങനെ നേരം അതിനിടയ്ക്ക് ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കി. എനിക്ക് സച്ചിൻ ഏതോ പാട്ട് പാടാൻ വേണ്ടി കാണിച്ചു തന്ന കേട്ടോ. അവസാനം സച്ചിൻ തന്നെ സമ്മതിച്ചു, പാടണ്ട ചേട്ടത്തി നീത്തിയോടെ വല്ലയിടത്ത് പോയിരുന്നോളെ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ സമയം, ഇപ്പം നമുക്ക് വെക്കേഷന് കിട്ടുന്ന ഓരോ മൂമെൻറ്റും അല്ലെങ്കിൽ ഓരോ മിനിറ്റും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ ഓർക്കുമ്പോൾ നമുക്ക് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടും ദുരിതവും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ടെൻഷനും, നമുക്ക് നമ്മുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ലൈഫാണ്. അങ്ങനെ എല്ലാം തികഞ്ഞൊരു ലൈഫ് നമുക്ക് കിട്ടില്ലോ. പക്ഷേ നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾക്ക് സങ്കടങ്ങൾക്കിടയിൽ കൂടി നമ്മളാ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലാതെ സന്തോഷം നമുക്ക് ആർക്കും കൊണ്ടുതരില്ല. ഏത് കുഞ്ഞു കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും സന്തോഷം തന്നെ നമ്മൾ തന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ വെക്കേഷൻ സമയത്ത് എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. ഞാനും എല്ലാവരും കേട്ടോ, ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് ഇനി എല്ലാവരും നോക്കിയിരിക്കുക അടുത്തൊരു വർഷത്തിനായിട്ട്. അടുത്ത വർഷം ഈ സമയത്ത് തന്നെ എല്ലാവരും കൂടെ വരണമെന്ന് പറഞ്ഞാൽ അന്നേരം വരുമ്പം ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ബക്കറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം എല്ലാവരും പിരിഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മമ്മിയും പപ്പയൊക്കെ കിടന്നായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവർ ഞങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവർ പോയി കിടന്നു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഈ ചുട്ട കരിച്ച സാധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങളുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് പോയി കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ജോസഫിന് ഭയങ്കര കരച്ചിൽ. എന്നാന്ന് പറയുക, ആമിക്കുട്ടി ഇടയ്ക്കൂടെ വന്ന് ജോസഫിൻ്റെ കണ്ണി കുത്തിയിട്ട് പോയി കേട്ടോ. എന്നാ പറ്റിയേ എന്നാന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല.
പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവൾ പമ്മി ഒരു സൈഡ് വഴി പോയപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവളെന്തോ പണിതിട്ട് പോയതാണ്. ജോസും അവളൊക്കെ അവനൊന്നും തിരിച്ചു കൊടുക്കില്ല കേട്ടോ. ഇവിടെ നല്ലത് പോര് കൂടിക്കൊണ്ട് കിടക്കുവേ. വന്നിട്ട് അവൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കണ്ണിലെന്തോ കൈ കളിച്ചതാണോ അതോ എന്തോ പറ്റി കണ്ണിൽ കൈ കൊണ്ടതാണ്. അങ്ങനെ അവനെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ പുറയിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കക്ഷി വിട്ടു പോവുക. അപ്പം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പിള്ളേരല്ലേ, അവരും എൻജോയ് ചെയ്യും. ഞങ്ങളെക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരോട്ടോ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ മറ്റൊരു വെക്കേഷന് വേണ്ടി